ചില സ്ഥലത്തുനിന്ന് ഫുഡ് കഴിച്ചാണ്ടല്ലോ അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. ആ സ്ഥലം അല്ലെങ്കിൽ ആ കഴിച്ച ആ ഒരു പ്ലേസിൻ്റെ പേരിലായിരിക്കും പിന്നെ ആ ഫുഡ് അറിയപ്പെടുന്നത്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ. ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശയുടെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ഒരു മസാല തന്നെയാണ് ഹൈലൈറ്റ്. ഒരു പ്രത്യേക കളറൊക്കെ കൂടിയിട്ട്. എന്തായിരിക്കും ഇതിൻ്റെ പ്രത്യേകത? ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കുക. അപ്പോൾ ഇഞ്ചിയുടെ നല്ല ഫ്ലേവറും വെളുത്തുള്ളിയുടെ ചെറിയൊരു ഫ്ലേവറും മാത്രമേ വരുള്ളൂ. പിന്നെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൂടെ പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്, സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, ഒരു കുഞ്ഞ് പീസ് ക്യാരറ്റും പിന്നെ ഒരു പകുതി പീസ് ബീട്രൂട്ട് ചേർത്തിട്ടുണ്ട്. ഈ ബീട്രൂട്ടാണ് ഈ മസാലയെ വ്യത്യസ്തമാക്കുന്നത്. എപ്പോഴും നമുക്കറിയാം മഞ്ഞ കളറിൽ കാണുന്ന ആ ഒരു മസാല ദോശയുടെ ഉള്ളിലുള്ള ആ ഒരു മസാലയെ വ്യത്യസ്തനാക്കി ഒന്ന് മാറ്റിയെടുത്തത് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസാണ്. അവിടുത്തെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് സമയമൊന്നും വേണ്ട. കുക്കറിലോട്ട് നമ്മുടെ പച്ചക്കറി എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വിസിൽ അത്രയും മതി. എന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ബീട്രൂട്ട് ആയിരുന്നാലും ഉരുളക്കിഴങ്ങായിരുന്നാലും നമ്മുടെ കുക്കറിൽ വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഒന്ന് ഫുള്ളായി കളഞ്ഞിട്ടെടുക്കണം. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് എന്ത് കിട്ടും, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു മസാലയാണ് ഇതാ. വെന്തിട്ടുണ്ട്. വേകുമ്പോൾ തന്നെ നമുക്കറിയാം മൊത്തത്തിലുള്ള കളറൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഈ പച്ചക്കറികളെല്ലാം ഇവിടെ ഇതുപോലെ റെഡിയാക്കി എടുക്കണം. അതിന് മുമ്പായിട്ട് ഒരു ചീനിച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലോട്ട് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. ചുവന്ന മുളക് ചേർത്ത ഉടൻ തന്നെ നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ചെറിയ തീയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ ഒരു പച്ച മണമൊക്കെ മാറിക്കിട്ടണം ഉഴുന്നിൻ്റെ. അതിൻ്റെ ഒപ്പം തന്നെ കടുകെല്ലാം പൊട്ടിക്കിട്ടണം. ഒപ്പം തന്നെ എല്ലാം നല്ലൊരു പാകത്തിനായി കിട്ടണം. ഇത് ആ ഒരു പച്ചമണം മാറി ബ്രൗൺ നിറമായി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മസാലയ്ക്ക്. അപ്പോൾ അത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ചേർക്കേണ്ടത് എന്താണെന്നറിയോ, നമ്മുടെ പെരിഞ്ജീരകമാണ്. കുറച്ച് പെരിഞ്ജീരകം എന്ന് വെച്ചാൽ വളരെ കുറച്ച് മസാല ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂടിയും കുറച്ചൊക്കെ ചേർക്കാൻ. കുറച്ച് പെരിഞ്ജീരകം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകം നമ്മുടെ എണ്ണയിലൊന്ന് ചൂടാകുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അടുത്തായിട്ട് എന്താ ചേർക്കണ്ടേ, അടുത്ത് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. നല്ല ജീരകം ചേർത്ത് അതും ഇങ്ങനെ പൊട്ടി വരികയുണ്ട്. അപ്പോൾ നല്ല ജീരകം ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ചതച്ചിട്ടൊക്കെ ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പെരിഞ്ജീരകമാണ് മെയിനായിട്ട് നല്ല മണം കൊടുക്കുന്നത്. പിന്നെ ഈ എണ്ണയിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ഒന്നുകിൽ സ്പൂൺ വെച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഉടച്ചെടുക്കുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ആ പച്ചക്കറി വേവിച്ചിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഉടയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ പെട്ടെന്ന് മാറും. എന്താണെന്നറിയോ, ബീട്രൂട്ട് നന്നായിട്ട് കുഴഞ്ഞിട്ടും ദാ ഈ ഒരു പാകത്തിനായി കിട്ടും. അപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രേവി പോലത്തെ കറിയായിട്ട് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തിക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ മസാല ദോശയുടെ ഉള്ളിൽ വെക്കുന്ന കറിയാക്കി എടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കാതെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസാല ദോശയുടെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ഒരു കറിയായിട്ട് മാറും. ഇല്ലാന്നുണ്ടെങ്കിൽ മസാല ദോശയുടെ ഉള്ളിൽ വെക്കുന്ന അതേ ഗ്രേവി തന്നെ അതേ ടേസ്റ്റിൽ നമുക്ക് ചെറിയ കുറച്ച് വെള്ളത്തോട് കൂടിയുള്ള ഒരു ഗ്രേവിക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഒരുപാട് കട്ടിയുമല്ല ഒരുപാട് ലൂസും അല്ലാത്ത നല്ല തിക്കായിട്ടുള്ളൊരു കറിയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ ഈ ഒരു മസാലയ്ക്ക്. ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.